ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇടക്കാല കൃഷിയിലേക്ക് നോക്കിയാലോ. നമ്മളിവിടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. ഇത് കപ്പയാണ്. കപ്പത്തണ്ട് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അധികമൊന്നും ആയിട്ടില്ല വെച്ചിട്ട്. ഇതിങ്ങനെ മുളച്ച് വരുന്നുള്ളൂ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പം നല്ലോണം മുളച്ച് വരുന്നുണ്ട്. അത് നമ്മളിത് ഇങ്ങനെ ഒരറ്റം വരെ കപ്പത്തണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ ഏരിയ നമ്മൾ ഇഞ്ചി നട്ടതാണ് കേട്ടോ. ഇഞ്ചിയും ഇതുപോലെ എല്ലാം ഒന്നും മുളച്ച് വന്നിട്ടില്ല. ഇതുപോലെ ഇഞ്ചി ഇവിടെ മുളച്ച് വന്നിരുന്നേ ഉള്ളൂ. നമ്മൾ നട്ടിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇഞ്ചിയൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിവിടെ നട്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. കണ്ടോ, ഈ പച്ചമുളക് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പച്ചമുളകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ്. പച്ചമുളക് നമ്മൾ ഇപ്പോൾ നടാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ മഴ പെയ്ത് മണ്ണൊക്കെ നനഞ്ഞ് നമുക്കിത് നടാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ നട്ട് വലുതായൊരു പച്ചമുളകായിരുന്നു. ഇവിടെ നമുക്ക് മയിൽ വരും. അല്ലാണ്ട് മയിൽ വന്ന് ഇതിൻ്റെ ഇലയും പച്ചമുളകും അടക്കം മൊത്തം കൊത്തി തിന്ന് തീർത്തു. പിന്നെ നമുക്കുള്ളത് വഴുതനങ്ങ. ഒരു വിഷവും ഒന്നും ഇല്ലാത്ത വഴുതനങ്ങ. നമുക്ക് സാമ്പാറിനും മോരിലൊക്കെ ഞങ്ങൾ വഴുതനങ്ങ ഇട്ട് വെക്കും കേട്ടോ. എനിക്കറിയില്ല എല്ലാവരും വെക്കുമെന്ന്. ഇത് കേട്ടോ, നല്ല വഴുതനങ്ങ കേട്ടോ. അതിൻ്റെ അടുത്ത വഴുതനങ്ങ ഉണ്ടാവാനുള്ള പൂവ്. നല്ല വഴുതനങ്ങ തോരനൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ. ഇതിലൊക്കെ ഇഷ്ടം പോലെ പൂവ് കാണാൻ പറ്റും. നമുക്ക് വഴുതനങ്ങ ഉണ്ടാവാനുള്ളത് ഓൾറെഡി വഴുതനങ്ങ ഉണ്ട് കേട്ടോ. നമ്മുടെ വഴുതനങ്ങ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉള്ള വാഴ. നമുക്ക് വാഴക്കൊല വേണമല്ലോ. ഇത് ഏത്തവാഴയുണ്ട്, അതുപോലെ പൂവൻകൊലയുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ പഴവും വാഴക്കൊലയൊന്നും അങ്ങനെ നമുക്കിവിടെ ഉള്ളപ്പോൾ നമ്മളങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വാഴക്കൊല നമ്മുടെ ആവശ്യത്തിനുള്ള വാഴ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നട്ടിട്ടുള്ളത് കപ്പയാണ്. നമുക്ക് വീട്ടിലേക്ക് ഇതൊന്നും നമ്മൾ വിൽക്കാറൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കപ്പ. ഇത് നമ്മുടെ കപ്പയാണ്. അത്യാവശ്യം വളർന്നിട്ടുണ്ട്. നാളെ ഞങ്ങളൊന്ന് മാന്തി നോക്കിയപ്പം അത്യാവശ്യം വളർന്നിട്ടുള്ള കപ്പയായിരുന്നു. ഇതാണ് നമ്മുടെ കപ്പ. പിന്നെ നമ്മൾ നട്ടിട്ടുള്ളത് ചേനയാണ്. ഇവിടെ ചേനയൊക്കെ നട്ട് അതിവിടെ വളർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചേന. ചേനയൊക്കെ നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു തെങ്ങുണ്ട് കേട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് നമ്മുടെ കാപ്പിത്തോട്ടം വേണം. ഇവിടെ അങ്ങോട്ട് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് നമ്മൾ കുറച്ച് ഏരിയയിൽ കവുങ്ങ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൃഷിയും നമ്മുടെ നാടും കൃഷിയും പച്ചപ്പും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.